ये चरलाई डिवीज़न है ना, उसको ऐड किया पोर्शन है, ये पोर्शन सब यहाँ सब गुजराती वाले सब रिसाइड करता है। इसका सब हेल्प हमको मिलेगा ज़रूर, वो सब हमको वोट देगा और मैं जीतेंगी, ये सब मुझे पूर्ण विश्वास है। मैं तो बोल दिया है उससे सब, अब आपने देखा है ना, ये सब हमारे लोग है। തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്യാമള എസ് പ്രഭുവാണ്. BJPയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഇത്തവണ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്. ചെർളായി ഡിവിഷനിൽ നിന്നുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ, പിന്നെ എൻ്റെ സഹപ്രവർത്തകരൊക്കെ ഭയങ്കര നിർബന്ധമാണ്, ഞാൻ മാറി നിൽക്കരുത്, ഞാൻ മത്സരിക്കണം, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും അതൊക്കെ തുടർന്ന് ചെയ്യണം, സേവന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ മത്സരരംഗത്തേക്ക് വന്നു. ഇപ്പോൾ ചെർളായി ഡിവിഷനിലേക്ക് ഈ പുതിയ പോർഷൻ, അതായത് 5ാം ഡിവിഷൻ്റെ ഒരു പോർഷൻ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഈശ്വരൻ അതിനൊരു അവസരം നൽകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. ഞാൻ പ്രചരണത്തിന് ഇറങ്ങുമ്പോഴായാലും ഒരാൾ പോലും ഒരു നോ പറഞ്ഞിട്ടില്ല, എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 32 വർഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് തന്നെ കൗൺസിലർ ആയ ഒരു വ്യക്തിയാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം? അല്ല, അതൊക്കെ മാറ്റം എന്നുള്ളത് പാർട്ടിയിൽ പിന്നെ നമ്മുടെ കുറച്ച് നേതാക്കന്മാർ, മട്ടാഞ്ചേരി BJPയിലെ കുറച്ച് ആൾക്കാർ അവരുടെ എന്താ പറയുക, അനീതിയാണെന്ന് പറയും. അനീതി കണ്ടു കഴിഞ്ഞാൽ അത് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല, അതിനെതിരെ പ്രതികരിക്കാണ്ട് പറ്റില്ല. അതാണ് ഇപ്പോൾ ഞാൻ രംഗത്തേക്ക് വരാൻ കാരണം. പിന്നെ കൂടാണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളത്, ഇല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച, പാർട്ടിയിൽ ഒരുപാട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ പ്രവർത്തകരൊക്കെ പാർട്ടിയിലുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും ഇല്ലാണ്ട് ഈ 5 പേരുടെ തോന്നിയാസപ്രകാരം അവർ മാത്രം പറഞ്ഞതനുസരിച്ച് ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയപ്പോൾ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറിയതാണ്. ഈ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഈ ജില്ലാ നേതൃത്വത്തിൽ പെടുന്ന ആളുകൾ തന്നെയാണ്. ജില്ലാ പ്രസിഡൻറ്റിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ബാക്കിയുള്ളവരൊന്നും ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. സ്റ്റേറ്റിനാണെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്താൻ, ജില്ലാ പ്രസിഡൻറ്റ് ഇതിന് കൂട്ടു നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് വരെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിച്ചവരെ, ഞാൻ പറഞ്ഞ ആളെയല്ല, പ്രവർത്തിച്ചവരെ നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തിയില്ല. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഈ നേതൃത്വത്തിനോട് ഈ കാര്യങ്ങളടക്കം പറഞ്ഞപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള റെസ്പോൺസും ഉണ്ടായില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളോ? നേതൃത്വത്തിനോടൊക്കെ ഞങ്ങൾ എല്ലാവരും, ഞാൻ മാത്രമല്ല പ്രവർത്തകരെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരത് ഗൗനിച്ചില്ല, അവരത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിപ്പോൾ അവരുടെ ഇതായിരിക്കുള്ളൂ, നമുക്കെന്ത് പറയാൻ പറ്റും. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ? ഇതിന് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ രാഷ്ട്രീയമൊന്നും അവിടെ പ്രശ്നമല്ല. ജനങ്ങൾക്ക് ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, 10-32 വർഷം എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് അവർ പിന്തുണ നൽകുന്നുണ്ട് എനിക്ക്. അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഞാൻ ജയിക്കും എന്നുള്ളത് പൂർണ്ണ വിശ്വാസമാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ജനത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് അത്ര അധികം ഉണ്ട്. അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇന്ന് കാലത്ത് പോലും ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ വന്നിട്ട് കരഞ്ഞു പറയായിരുന്നു, അവരെ രക്ഷിക്കണം, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതൊക്കെ വേണ്ട ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും വീട്ടിൽ വരുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ചേച്ചിനെ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനി ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ തനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം വല്ലതുമുണ്ടോ? പിന്നെ ചെയ്യണം, അതിനു വേണ്ടിയാണല്ലോ ഞാൻ തിരഞ്ഞെടുത്ത് വരണത്. എന്താണ് മനസ്സിലുള്ള ഏറ്റവും, അല്ലെങ്കിൽ ഞാൻ ഈ 32 വർഷക്കാലം ഞാൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തു. പ്രത്യേകം വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് സഹായിക്കാനായിട്ട് ഞാൻ ഏത് സമയത്തും മുൻപന്തിയിലുണ്ടാവും.
BJP നേതൃത്വം ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ്. സീറ്റ് പിടിച്ചെടുക്കും, കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ പ്രാപ്തിയല്ല. എനിക്കതിനെക്കുറിച്ചൊന്നും ഞാൻ ഈ സമയത്ത് പറയുന്നില്ല. അതൊക്കെ അവരുടെ ഇതാണ്. എന്തായാലും ചേച്ചി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രചരണ പരിപാടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. താമരയിൽ നിന്നും റോസാപ്പൂവിലേക്ക്, അതാണ് ഒരു മാറ്റം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ പ്രചരണ പരിപാടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശ്യാമള ചേച്ചിയും ശ്യാമള ചേച്ചിയുടെ കൂടെയുള്ളവരും ഉള്ളത്. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയ രാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.